ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സ് എന്നത് 6 mm മുതൽ 25 mm വരെയുള്ള വിള്ളലുകൾ ശരിയാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ മോഡിഫൈഡ് 2 കോമ്പണന്റ് ക്രാക്ക് ഫില്ലിംഗ് പ്രോഡക്റ്റ് ആണ്. ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സിന്റെ പ്രത്യേകതകൾ: അകത്തും പുറത്തുമുള്ള ഭിത്തികളിൽ ഉപയോഗിക്കാം. UV റെസിസ്റ്റൻസ് പ്രത്യേകതകൾ ഉള്ളതാണ്. വാട്ടർ പ്രൂഫിംഗ് ആയി ഇത് പ്രവർത്തിക്കുന്നു. നല്ല ഗ്രിപ്പ് നൽകുന്നു. ദീർഘകാലം ഈട് നിൽക്കുന്നു. എല്ലാ രീതിയിലുമുള്ള സിമന്റ് തേച്ച് ഭിത്തികളിലും ഉപയോഗിക്കാം. ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സ് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ റെഡിയാക്കി വെക്കുക. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം. ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സ് ഉപയോഗിക്കുന്ന മുകൾ പരപ്പിൽ പായൽ, അഴുക്ക്, സിമന്റിന്റെ പൊടി, പെയിന്റ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ അവയെല്ലാം യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി നന്നായി വൃത്തിയാക്കണം. ചുമരിന്റെ മുകൾ ഭാഗത്തുള്ള വിള്ളലുകൾ യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി വൈഡ് ഓപ്പൺ ചെയ്യണം. പിന്നീട് അതിൽ സിമന്റിന്റെ പൊടി, അഴുക്ക് ഇവയൊന്നുമില്ലാതെ ബ്രഷ് അല്ലെങ്കിൽ എയർ ബ്ലോയർ ഉപയോഗിച്ച് വൃത്തിയാക്കണം. വൃത്തിയാക്കിയ മുകൾ ഭാഗം നന്നായി ഈർപ്പത്തോടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. വിള്ളലിന്റെ 2 ഭാഗത്തും മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കണം. ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സ് 1 ഭാഗം ലിക്വിഡിന് 4 ഭാഗം പൗഡർ ഈ വിഹിതത്തിൽ നന്നായി മിക്സ് ചെയ്യണം. പ്രത്യേകിച്ച് ആദ്യം ലിക്വിഡ് ഒഴിച്ച് പിന്നെ കുറച്ചായി പൗഡർ ഇട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സായ ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സ് പുട്ടിത്തകിടിന്റെ സഹായത്തോടുകൂടി ഉള്ളിലേക്ക് നിറയ്ക്കണം. ഡെപ്ത് അല്ലെങ്കിൽ വിത്ത് കൂടുതലുള്ള സമയങ്ങളിൽ 2 ലെയറായി ഇത് നിറയ്ക്കണം. ആദ്യത്തെ ലെയർ ചെയ്തതിനു ശേഷം 4 മണിക്കൂർ നന്നായി ഉണങ്ങാൻ വിട്ടിട്ട് അതിനുശേഷം 2ാമത്തെ ലെയർ അടിക്കണം. ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സ് ഉപയോഗിച്ചതിനു ശേഷം മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് ബാക്കി വരുന്ന ക്രാക്ക് സ്റ്റോപ്പ് എക്സ് നീക്കം ചെയ്ത് നല്ല ഫിനിഷിംഗ് ലഭിക്കുന്നു. നന്നായി ഉണങ്ങിയതിനു ശേഷം അതിന്റെ മുകളിൽ പുട്ടി തേച്ച് പെയിന്റ് ചെയ്യാം. ബിൽഡിംഗ് ഡോക്ടർ ക്രാക്ക് സ്റ്റോപ്പ് എക്സിന്റെ പോട്ട് ലൈഫ് എന്നത് ടെമ്പറേച്ചർ കൂടാതെ സൈറ്റ് കണ്ടീഷൻ അനുസൃതമായി വ്യത്യാസപ്പെടുന്നതായിരിക്കും. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ഉപയോഗിക്കണം.